കായംകുളം ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. ക്ലബ്ബ് നടപ്പാക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടത്തി. കായംകുളം ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318 എയുടെ ഗവർണർ എം.എ. വാഹിദ് സ്ഥാനാരോഹണം നിർവഹിച്ചു. ലയണിസം വ്യാപകമായി ജനങ്ങളിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് എത്തിയത് 1987 മുതലാണ്. എന്താണ് ആ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വനിതകൾക്കും ലയൺസത്തിലേക്ക് പ്രാതിനിധ്യം കൊടുത്തു, മെമ്പർഷിപ്പ് കൊടുത്തു എന്നുള്ളതാണ്. 1987 മുതൽ വനിതകൾക്ക് പ്രാതിനിധ്യം ലയൺസത്തിൽ കിട്ടിയത് മുതൽ വൈഡ് പബ്ലിസിറ്റിയിലേക്ക് ഈ ലയണിസം ഉയർന്നു. ഇന്ത്യയിൽ 3 ലക്ഷത്തോളം അംഗങ്ങളാൽ സമ്പുഷ്ടമായി ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല കണ്ണിയായി ഇന്ത്യൻ ലയണിസം മാറിയിരിക്കുന്നു. അതിൽ തന്നെ പല ഘടകങ്ങളാണ്. 25-ൽ നാം കൊണ്ടുവന്ന വിഷൻ എന്നത് 30 കോടി ജനങ്ങൾക്ക് കാഴ്ച വീണ്ടെടുക്കാൻ നമുക്ക് സഹായിച്ചു. ലോകത്ത് ഒരു പ്രസ്ഥാനത്തിനും കഴിയാത്തതാണ് 30 കോടി ജനങ്ങളെ സർവീസ് ചെയ്യാൻ, അവരുടെ കാഴ്ചശക്തിയെ, പരിമിതമായ കാഴ്ചശക്തിയെ വീണ്ടെടുത്ത് 3 കോടി ജനങ്ങൾക്ക് കാറ്ററാക്ട് സർജറി നടത്തി കാഴ്ച വീണ്ടെടുത്ത് കൊടുത്തത് ഒരു പ്രസ്ഥാനത്തിനും കഴിയാത്തതാണ്. തുടർന്ന് നാം കൊണ്ടുവന്ന അനവധി പ്രോജക്റ്റുകൾ, ആ പ്രോജക്റ്റുകളെല്ലാം തന്നെ ഒരു ഗവൺമെന്റിന് പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത വിധം നാം അർത്ഥവത്താക്കുകയും അത് ഏറ്റവും കൂടുതൽ മഹനീയമെന്ന് പിന്നീട് പലരും വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിയതുമെല്ലാം. എന്തുകൊണ്ട് 2024-25 ലയൺ വർഷം 3 ക്യാബിനറ്റ് സെക്രട്ടറികളാൽ ഈ ഡിസ്ട്രിക്റ്റ് പരിപോഷപ്പെടുത്തി എന്ന് ചോദിച്ചാൽ, ഇത് താങ്കൾക്ക് തരുന്നത് ഈ ക്ലബിലെ മുഴുവൻ അംഗങ്ങളും സ്വമേധയാ നല്ല മനസ്സോടുകൂടി, നല്ല സ്നേഹത്തോടുകൂടി താങ്കളെ ഏൽപ്പിച്ചതാണ് ഈ പദവി. ദുർവ്യയം ചെയ്യരുത്, ദുർവ്യാഖ്യാനമരുത്, സ്നേഹിക്കുക, ഒരുമിച്ച് നിർത്തുക, ഒരുമയോടെ പ്രവർത്തിക്കുക. ചെയ്യുമല്ലോ? തീർച്ചയായും. ഇനി ഞാൻ വിളിച്ചവരെല്ലാം ദയവായി ഒരു നിമിഷം ഇവിടെ വന്ന് നിന്ന് നമുക്കൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവസാനിപ്പിക്കാം. അംഗങ്ങളെ കണ്ടെത്തി ക്ലബിൻ്റെ അംഗബലം കൂട്ടുന്നതിന് ഞാൻ പ്രസിഡന്റുമായി സഹകരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം. ഇന്റർനാഷണലിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും ക്ലബിൻ്റെയും ക്രമവരി സംഖ്യകൾ സമയബന്ധിതമായി അടയ്ക്കുന്നതിന് കൃത്യത പാലിച്ചു കൊള്ളാം. ക്ലബിൻ്റെ വികസനത്തിനും ഞാൻ ലയണിസം പഠിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. എങ്കിലും കൂടുള്ള ഏറ്റവും അടുത്ത സെക്രട്ടറി ആയിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാ പിന്തുണയും തരുന്ന സുൽഫീഖർ മയൂരി, അതുപോലെ സീനിയറായിട്ടുള്ള ഓരോരുത്തരും അവരുടെ എല്ലാം പിന്തുണയും എനിക്ക് നൽകുന്നുണ്ട്. 2024-25 നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ്. അതിൽ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മറ്റ് നമ്മുടെ പ്രോജക്റ്റ് ഉദ്ഘാടനത്തിന് ചെയ്യാനായിട്ട് നമ്മുടെ 1-2 പേരും ഇവിടെ, നമ്മുടെ പ്രകാശ് സാറുണ്ട്, ഒന്ന് നമ്മുടെ മുരളിപ്പിള്ള, RC, ഇവർ 2 പേരുമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ മറ്റ് വളരെ എനിക്ക് പറയാനുള്ളത് ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്. അതിൻ്റെ പേരിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്നുകൂടി ഞാൻ പറയുകയാണ്. അതെല്ലാം ഞാൻ പരിഹരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ ഞാൻ നിൽക്കുന്നത്. അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അത് ഞാൻ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് കൂടി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരികയാണ്. 2017-ലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടെ ആദ്യമായി മത്സരിക്കാൻ വരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കാർത്തികപ്പള്ളി താലൂക്ക് ലയൺസ് 318 എ ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്ന ഭവനരഹിതരായവർക്ക് ലയൺസ് മിഷൻ 25-ന്റെ ഭാഗമായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ലയൺസ് ഗവർണർ പ്രഖ്യാപിച്ചു. കേരള സർക്കാർ ഈ പദ്ധതിക്കായി 10 ഏക്കർ സ്ഥലം ലയൺസിന് അനുവദിച്ചു നൽകിയിട്ടുണ്ട്.
കൂടാതെ കമ്മ്യൂണിറ്റി മാരേജ്, മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയടക്കം 25 മെഗാ പ്രൊജക്ടുകൾ പ്രഖ്യാപിച്ചു. റീജിയണൽ ചെയർമാൻ മുരളിപ്പിള്ള വിവിധ പ്രൊജക്ടുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സലിം അഫ്സര അധ്യക്ഷനായി. പുതിയ ഭാരവാഹികളായി കെ രാജേന്ദ്രൻ പ്രസിഡന്റ്, സുൽഫിക്കർ മയൂരി സെക്രട്ടറി, കെ പി ജയമോഹൻ ജോയിന്റ് സെക്രട്ടറി, കെ തുളസീധരൻ പിള്ള ട്രഷറർ എന്നിവരെ ആണ് ചുമതലയേറ്റത്. ചടങ്ങിൽ ആർ കെ പ്രകാശ്, രവികുമാർ കല്യാണിശ്ശേരിൽ, ഹരീഷ് ബാബു, ആർ ശശീന്ദ്രൻ, ജയശ്രീ പ്രകാശ്, ലൗറാം, സജി ദേവരാജ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.